എടോ പകയാ, മനുഷ്യനെ നട്ടം തിരിപ്പിക്ക. നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ പോരെ? ചില സ്വകാര്യങ്ങൾ പറയാൻ അതിന് സ്വസ്ഥമായൊരു സ്ഥലം അത്രേ കരുതിയുള്ളൂ. എന്താ ഇതിൽ പുത്തരി? ഇതല്പം സീരിയസ് വിഷയ. ഈ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച? അതിന് കുന്നുപോലെ മുന്നിൽ കിടക്കല്ലേ ബാധ്യതകൾ. അതൊക്കെ തീർന്നിട്ട് വേണ്ടേ? ഒക്കെ ഒരാൾ മുകളിലിരുന്ന് കാണുന്നുണ്ട്. ക്ഷമിക്ക്, ഇതൊക്കെ തീർന്നൊരു കാലം വരും. പിന്നെ 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 നമ്മുടെ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയില്ലേ? ശബനയാ? അതെ, ആ കുട്ടിയുടെ കാര്യം പറയാനാ ഞാൻ മായിക്ക് വിളിച്ചത്. ഈ കാര്യം പറയേ. നമ്മുടെ മുനോറിന് ആ കുട്ടി ഇഷ്ടം. എന്റെ ഹോജരാജാവായ തമ്പുരാനെ, ഞാൻ എന്തേ ഈ കേക്കണേ? മുനവറിന് ഓളെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറയാനാണ് എന്റെ പുറപ്പാടെങ്കിൽ അത് നടക്കില്ല മോനെ. ഓളെ കെട്ടാൻ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനത്തെ വല്ല നല്ല പുയ്യാപ്പിളാരെ കിട്ടും. മുനോവറിന് എന്താ കുഴപ്പം? ഡോക്ടറും എഞ്ചിനീയറും ഒന്നും അല്ലാന്നല്ലേ ഉള്ളൂ. ഓരിക്ക് എന്ത് കുഴപ്പം ഇല്ലാത്തത്? ഇക്കേക്ക് അറിയോ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൻ ആളാകെ മാറി. അവനിപ്പോ പുതിയൊരു മനുഷ്യനാ. വെറുതെ പറയുന്നല്ല. മായിക്ക് ഹോസ്പിറ്റലിലുള്ള ഒരു രാത്രി മദ്യക്കുപ്പികളെല്ലാം എറിഞ്ഞുടച്ച് കുറ്റമേറ്റു പറഞ്ഞവൻ. ഇക്കെ ഫേസ് ചെയ്യാനുള്ള ഭയം കാരണം ഇക്കോടൊന്നും അവൻ തുറന്നു പറയാത്തത്. ചെറിയൊരു സംശയം എനിക്കും ഈയിടെ ഉണ്ടായിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ പേടിക്കുമെന്ന് പറഞ്ഞ പോലെയാ എന്റെ അവസ്ഥ. ഇക്ക, ഒരു പെണ്ണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഏത് തെമ്മാടിയുടെയും ഹൃദയം ലോലമാകുന്ന ചൊല്ല്. ഒരുപാട് പെണ്ണുങ്ങൾ വന്നിട്ട് മനസ്സ് നന്നാവാത്തനവന് പിന്നെ എങ്ങനെയാ ഒരുത്തി വന്നിട്ട്? ഷഫന അങ്ങനത്തെ ഒരു പെണ്ണല്ലല്ലോ. ചുരുക്കം പറഞ്ഞ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ട. ഇതൊന്ന് യോജിപ്പിക്കാൻ ഇനി മായനിക്ക് വേണം. പാലം കടക്കോളം ഞമ്മളൊരു നാരായണനാവണോന്ന് അങ്ങനൊന്നും പറയില്ലേക്ക. എന്നെ പറ്റി 2 ദിവസം കഴിഞ്ഞ് ശരീരം തളർന്നു പോകാതെ എൻ്റെ ഉമ്മാക്ക് സ്വന്തം കുഞ്ഞിനെ ഒന്ന് തലോടാൻ പോലും കൈപൊങ്ങാതെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാറ് 16 വർഷം. ഉമ്മ കട്ടിലൊഴിഞ്ഞു പോയപ്പോ എടുത്താ പൊങ്ങാത്ത കടം ബാക്കി. ഒരു കൊല്ലം തികഞ്ഞില്ല, ഉപ്പയും പോയി. തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാണ്ട് വന്നപ്പോഴാ ഞാൻ നാട് വിട്ടേ. ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇതൊക്കെ ജീവിതത്തിൽ എനിക്ക് വലിയ ദണ്ണം ഉണ്ടാക്കിയിട്ടല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങള് മുനവർ തന്ന വേദന അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല. അവന്റെ വാക്ക് കേട്ട് ഞാൻ എന്റെ ബീവിക്കും കുട്ടികൾക്കും ആശ കൊടുത്തു. നജീബേ, ഞാൻ പറയാറില്ലേ, ആരും ഉപേക്ഷിച്ചു പോയ ഒരു പെണ്ണിനെയും അവളുടെ 2 പെൺകുട്ടികളെയും കുറിച്ച്. ഓർക്ക് വേണ്ടിയാ ഞാനിന്ന് ജീവിക്കുന്നേ. എന്ത് മറുപടി പറയണം എന്നെനിക്കറിയില്ല. മുനവർ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മാഹിനക്ക, എന്നോട് പോർക്കണം, എന്നെ ശപിക്കരുത്. ആരോടൊക്കെയോ എന്തൊക്കെയോ വാശിയായിരുന്നു എനിക്ക്. മുനവർ, എന്താടാ ഇത്? ഇക്കെല്ലാം പൊറുക്കും. മുനവറെ, ഒരർത്ഥവും ഇല്ലാത്ത ബന്ധങ്ങളെ ഒരു കണക്കിന് പറയുമ്പോൾ നമ്മളൊക്കെ തമ്മിലുള്ളത്. പക്ഷേ സ്വന്തം ഉപ്പ ഉമ്മ അവരെ വെറുപ്പിച്ചിട്ട് മുന്നോട്ട് പോയാല് പഠിച്ചോ നിന്നോട് പൊറുക്കില്ല. പോയി ആദ്യം ഉപ്പാനും ഉമ്മാനും കാണും. അത് തന്നെ ഞാൻ അവനോട് പറഞ്ഞത്. തനിച്ച് ചെല്ലാൻ മടിയാണെങ്കിൽ ഞങ്ങളും കൂടി വരാം. ഓനൊറ്റയ്ക്ക് കയറി ചെല്ലണം, അതാ വേണ്ടത്. ഒരന്യന്റെ സഹായമില്ലാതെ പിണങ്ങിപ്പോയിടത്തേക്ക് തിരികെ വരുന്ന മകനെ സ്വീകരിക്കുന്ന സ്നേഹമുഹൂർത്തം അത് അവര് തന്നെ ഒന്ന് ആസ്വദിക്കണം. ഇന്നിപ്പോ ഏതായാലും വൈകി. നാളെ കാലത്ത് തന്നെ നീ അവരെ ചെന്ന് കാണണം. പിന്നെ ഇക്ക പറഞ്ഞ കാര്യം മാഹിം പറഞ്ഞതാ, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോ ഇത് നടക്കില്ല? പോടെ കള്ളച്ചക്ക, ഇത് ഞാൻ തന്നെ അങ്ങോട്ട് നടത്തും. ഇപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. വാ, ഇന്ന് നിങ്ങൾക്ക് ഫുഡ് എന്റെ വകയാണ്. ആയിക്കോട്ടെ. വലൈക്കും അസ്സലാം. അതെ, അത് ഞങ്ങളിന്ന് ഉറപ്പിച്ചു. പെട്ടെന്ന് ഒത്തുവന്നൊരു ബന്ധമായിരുന്നു. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുറവ് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഉടനെ തന്നെ നടത്താൻ തീരുമാനിച്ചു. ചെക്കൻ്റെ വീട്ടുകാരായിട്ട് ഉപ്പയും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുനവർ എന്നാ പേര്. പിന്നെ നിനക്കറിയാലോ, ഇവിടെ ഗൾഫിലാവുമ്പോ
ഈ നാട്ടിലെ പോലെ വീട്ടുകാരും കുടുംബക്കാരും ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഷാജഹാനിക്ക ഇല്ലാത്ത കുറവൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഉഷാറാട്ടി കല്യാണം നടത്തണം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് നേരിട്ട് സംസാരിക്കാം. വാ അലൈക്കും അസ്സലാം. കൊറേ നേരായില്ലേ നമ്മൾ ഇതിനകത്തിരിക്കുന്നു. ഒന്ന് ഇറങ്ങാന്നേ. വാ പുറത്തിറങ്ങാം. ഒരു കണക്കിന് നോക്കുമ്പോ അന്ന് അവൻ വീട് വിട്ടു പോയത് നന്നായിന്ന് തോന്നുന്നു. ശരിയാ. അതുകൊണ്ടല്ലേ ഇങ്ങനൊരാടെ കയ്യിലെത്തിപ്പെട്ടതും അവന്റെ ജീവിതം തന്നെ മാറിപ്പോയതും. ശരിക്കും പറഞ്ഞ നമ്മൾ ആ മനുഷ്യന്റെ കാൽക്കൽ വീഴണമല്ലേ. കെട്ടിപ്പിടിച്ച് ഉമ്മയൊന്നും കൊടുത്തേ. നിങ്ങൾ കളിയാക്കല്ലേ. ഹലോ, ഉണ്ടല്ലോ. ഞാൻ കൊടുക്കാം. ഹലോ. ഞങ്ങള് കല്യാണം ക്ഷണിക്കാൻ വന്നതാ. അത് ശരി. ഇതാ നമ്മുടെ ഹീറോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മുനവർ എന്നും പറയും നിങ്ങളുടെ കാര്യം. നിങ്ങളെക്കുറിച്ച് പറഞ്ഞ അവന് 100 നാക്കാം. പ്രായം ഇത്തിരി ഉണ്ടേലും യുവമാരെ കൊത്താണ് എൻ്റെ ചങ്ങാത്തം. അതിനും വേണേ ഒരു ഭാഗ്യം. പക്ഷേ ഇവരെ പോലുള്ളവർ എനിക്ക് സൗഭാഗ്യം മാത്രമേ തന്നിട്ടുള്ളൂ. എവിടെ മുനവറിന്റെ ഉമ്മ വന്നിട്ടില്ലേ? ഞാനിവിടെ ഉണ്ടേ. എന്താ എന്ത് പറ്റി? എന്തുപറ്റി മൈക്ക? മൈക്ക 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 പേഷ്യന്റിന്റെ കൂടെയുള്ളത് ആരാ? ഞങ്ങളാ. ഭാര്യയോ മക്കളോ അങ്ങനെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും? അയാളുടെ മോനുണ്ട് ഇവിടെ. എന്താ എന്താ എല്ലാവരും എന്നെ നോക്കുന്നത്? എന്റെ മോൻ മുനിവറിന്റെ ഉപ്പയാ. നീ സമാധാനമായിട്ടിരിക്കേ. അവൻ ഇപ്പൊ ഇങ്ങെത്തും. അബുദാബിയിൽ ആരെയോ കല്യാണം ക്ഷണിക്കാൻ പോയിരിക്കുക. ഇവിടെ അടുത്തെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 5 മിനിറ്റ് മുമ്പ് വിളിച്ചിരുന്നു.
മാഹിനിക്കൊക്കെ എങ്ങനെയുണ്ട്? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അത് എന്താടാ, എന്താ നീ ഒന്നും മിണ്ടാത്തേ? മായിക്ക, മാഹിനിക്കൊക്കെ എന്താ പറ്റിയേ? നമ്മുടെ മായിക്ക. മാഹിനിക്ക, നിന്റെ ആരാന്നറിയോ നിനക്ക്? മാഹിനിക്ക, നമ്മുടെ മാഹിനിക്ക എനിക്കാരാ? നമ്മുടെ മാനിക്ക നിന്റെ ഉപ്പയാടാ, നിന്റെ ഉപ്പ. മാഹിനിക്ക എന്റെ ഉപ്പയോ? അതെ. ഹേയ്, എന്തത്? തമാശ പറയാനുള്ള സമയ? തമാശ അല്ല, നിന്റെ ഉപ്പയാടാ മുനവറെ. നമ്മുടെ മാനിക്ക നിന്റെ ഉപ്പയാ. മാഹിനിക്ക, മാഹിനിക്ക എന്റെ ഉപ്പയോ? എന്താ ഞാൻ കേക്കണേ? എടാ, നീ കേട്ടില്ല ഇവൻ പറഞ്ഞത്? ഇവൻ പറഞ്ഞത് കേട്ടോ? മാഹിനിക്ക, മാഹിനിക്ക എന്റെ ഉപ്പയോ? എന്താ അവൻ പറഞ്ഞത്? പറ, എന്താ അവൻ പറഞ്ഞത്? മാഹിനിക്ക, മാഹിനിക്ക എന്റെ ഉപ്പയോ? പറ, പറ, മാ എന്റെ ഉമ്മ, പറ, പറ. മാഹിനിക്ക എന്റെ ഉപ്പയാണോ? പറ, പറ, മാഹിനിക്ക എന്റെ ഉപ്പയാണോ? പറ. എന്റെ അല്ലാ, ഇത്രയും നാള് ഞാൻ ദുരന്തങ്ങൾ മാത്രം സമ്മാനിച്ച എന്റെ മാഹിനിക്ക എന്റെ ഉപ്പയോ? പറ, പറ. എന്റെ മാഹിനിക്കയെ ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചു? പറയടാ, നിനക്കെങ്കിലും പറയായിരുന്നില്ലേ നേരത്തെ? പറ, പറ, പറയടാ, എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? മാഹിനിക്ക എന്റെ ഉപ്പയാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? പറ. എന്റെ അല്ലാ, എന്റെ ഉപ്പയെ എനിക്കൊന്ന് കാണണം ഉമ്മ. ഒരു വട്ടം, ഒരു വട്ടം മാത്രം ഉമ്മ. എന്റെ ഉപ്പയെ എനിക്കൊന്ന് കാണണം ഉമ്മ. ഉമ്മ, എനിക്കെന്റെ വാപ്പാനെ കണ്ട് ഒരു വട്ടം മുഖത്ത് നോക്കി വാപ്പാന്ന് വിളിക്കണം. ഉമ്മ, എല്ലാ തെറ്റിനും എനിക്ക് വാപ്പ് ചോദിക്കണം. രാജീവേ, ഇനി എന്നെ എന്റെ വാപ്പ അടുത്തേക്ക് കൊണ്ടുപോകും. എവിടെ, എവിടെ എന്റെ വാപ്പ? എനിക്ക് ഒരു വട്ടം, ഒരു വട്ടം, ഒരു വട്ടം എനിക്ക് കാണണം, എനിക്ക് കാണണം. രാജീവേ, എനിക്ക് എന്റെ വാപ്പയെ ഒന്ന് കാണാൻ പറ്റും. എവിടെയാ, എവിടെ എന്റെ ഉപ്പ? നിന്റെ ഉപ്പ ഒരു ചെറിയ ഓപ്പറേഷൻ വേണ്ടി കൊണ്ടുവരിക. നമുക്ക് കാണാം. നീ സമാധാനായിട്ടിരിക്കും. ഡോക്ടർ, ഒരു നിമിഷം എനിക്ക് ആ മനുഷ്യനെ ഒന്ന് കാണണം. ആ മനുഷ്യനെ കൊണ്ട് എന്നെ മോനെന്ന് വിളിപ്പിക്കണം ഡോക്ടർ, പ്ലീസ്. ഇല്ല, അദ്ദേഹം ഇനി അങ്ങനെ വിളിക്കില്ല. ഡോക്ടർ, പോയി ആ ജീവചവമായി കിടക്കുന്ന നല്ല മനുഷ്യനെ പോയി കണ്ടോളൂ. എല്ലാവർക്കും അകത്തു പോകാൻ പറ്റില്ല. ഡോക്ടർ, എന്റെ ഉപ്പയ്ക്ക് എന്താ പറ്റിയത് ഡോക്ടർ? ഇത് മനുഷ്യ ജീവിതത്തിലെ ഒരു പ്രത്യേകതര അവസ്ഥയാണ്. ഏതോ ഒരു ഷോക്ക് ന്യൂസ് കേട്ട് തല ചുറ്റി വീണതാ. അപ്പോ ബ്രെയിനകത്തുള്ള വെയിൻ പൊട്ടി, അവിടെ ഹെമറേജ് ഉണ്ടായി. ഇപ്പം അദ്ദേഹം കോമയിലാണ്. ഇപ്പൊ നമ്മൾ പറയുന്നതെല്ലാം അദ്ദേഹം കേൾക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പ്രതികരിക്കാനാവില്ല.
ഈ ടെലിഫിലിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൂസ് ഫിലിംസിൽ നിന്നും തുടർന്നും നല്ല ഫിലിമുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മുടക്കുന്ന തുകയ്ക്ക് വ്യക്തമായ മൂല്യം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷോപ്പിംഗിനായി ഗ്രീറ്റിംഗ് അൽ മദീന ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഇവിടുത്തെ ഷോപ്പിംഗ് സംതൃപ്തി മാത്രമല്ല, നമ്മുടെ വിശ്വാസവും കാക്കുന്നു. ഷോപ്പിംഗിൽ ഞാൻ 100% ഹാപ്പി. Greeting Al Madina Hypermarket, Grace Cluster, International City, Dubai. Greeting Al Madina Supermarket, China Cluster, International City, Dubai. Greeting Al Madina Supermarket, Italy Cluster, International City, Dubai. Greeting Al Madina Supermarket, France Cluster, International City, Dubai. Greeting Al Madina Supermarket, Spain Cluster, International City, Dubai. Flowers Supermarket and Live Bakery, Discovery Gardens, Jebel Ali, Dubai. Talal Al Madina Supermarket, Discovery Garden, Jebel Ali, Dubai. TN Supermarket, Dera, Dubai. Greeting Al Madina Restaurant, China Cluster, International City, Dubai. My Fair Restaurant, Dera, Dubai. Golden Talasheri Restaurant, Al Quoz, Dubai. Greeting Al Madina Group, door to freshness.